അയ്യോ, എന്ത് പറ്റി ശീരു? ഒരു കാട്ടുപന്നി. അയ്യേ, കാട്ടുപന്നി കടുവ പേടിക്കില്ല. കടുവയെ കണ്ടാ കാട്ടുപന്നിയാ ഓടുക. അയ്യോ, ഒരു ചെന്നായ. എന്റെ ശീരു, ചെന്നായ കണ്ടാലും കടുവ പേടിക്കില്ല. ഓടിക്കോ, ഒരു മരുന്ന് വരുന്നു. എന്നെ ഒരു പേടി. കടുവ കുട്ടികൾ ഇങ്ങനെ പേടിക്കരുത്. ആനയൊക്കെ കണ്ടാൽ പേടിക്കാമെന്ന് എഴുതിത്തരാം. ഇത് വായിച്ചു പഠിച്ചോ? ആന എന്നെ തട്ടി വീഴ്ത്തി. ആന വരുന്നത് കണ്ടപ്പോൾ ഞാൻ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാൻ നിന്നു. അപ്പോഴാ തട്ടിയത്. വിളിക്കാൻ പോയതാ അല്ലേ? അല്ല, സങ്കടം മാറ്റാൻ പോയതാ. സങ്കടം പുഴയിൽ മാറ്റാൻ പറ്റുമോ? പറ്റും. എന്റെ അനിയന് പനിയാ, അതാണ് സങ്കടം. ആ സങ്കടം മാറ്റാൻ ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നതാ. സങ്കടം മാറ്റാൻ കുറച്ചു നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാ മതി എന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? എങ്കിൽ മീനുകൾക്ക് ഒരിക്കലും സങ്കടം വരില്ല. സങ്കടം മാറ്റാൻ ഈ പുഴയിൽ ചാടുന്നതൊക്കെ ബോറിന് ഏർപ്പാടാ. അത് നീന്താൻ അറിയാത്തവന് സങ്കടം വന്നാൽ എന്തു ചെയ്യും? സങ്കടം മാറാൻ വേറെ വഴിയുണ്ട്. എന്തു വഴി? ഇലയിലോ കല്ലിലോ അത് എഴുതി വെച്ചാൽ മതി. മനസ്സിലെ സങ്കടം എഴുതിയാൽ അത് തനിയെ മാറും. സൂത്രം എഴുതാൻ അറിയാത്തവന് സങ്കടം വന്നാലോ? അതു പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ പുഴയിൽ ചാടാം. നീന്താനും എഴുതാനും അറിയാത്തവന് സങ്കടം. മതി മതി, ഓവറായി ചിന്തിക്കണ്ട. മനസ്സിലായാലോ, സങ്കടം വന്നാൽ എഴുതണം. അത് തന്നെ. സൂത്ര എഴുതാൻ അറിയില്ല എന്ന സങ്കടം വന്നാൽ എഴുതണോ? ഒന്ന് നിർത്തടോ. ബ്ലും. താൻ പിന്നെ പുഴയിൽ ചാടാൻ തുടങ്ങിയോ? സ്ഥിരമായി സങ്കടം എഴുതുന്നവന് ഉരുണ്ട് വെള്ളത്തിൽ വീണു. കല്ല് പോയ സങ്കടം എഴുതി വെക്കാൻ ചാടിയതാ. ഊഞ്ഞാലോ? അതെന്താ? ആയ്, എനിക്ക് മാടണം. എപ്പോഴാ കെട്ടുക? കേട്ടാ, ഹിഹി. സൂത്ര ഒന്നിങ്ങു വന്നേ. കെട്ടി. ശരിയാ, നല്ല രസമായി ഇങ്ങനെ ആടാൻ.